കഴിച്ചു മോളെ. കുഞ്ഞിവിടെ വാടാ. ഓർജിൻ അവിടെ ഇട്ടുണ്ട് സിറ്റ് ഔട്ടിൽ. പോയി കഴിക്കും. കഴിച്ചു പൊന്നു കഴിച്ചോ പൊന്നു കഴിച്ചോ? അത് ഓറിജിന് ക്യാറ്റ് ഫുഡ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കഴിക്കും. ഇവിടെ ഓറഞ്ചിന് ഓട്ടിക്കും. ഇത് കണ്ടോ കാലിൽ മുറി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ കൈയും കാലും ഒക്കെ ആളുകൾ തല്ലി ഒടിച്ചിട്ടുണ്ടായിരുന്നു. അതിലത്തെ മുറിയാണ്. ഉണങ്ങി കോലം കണ്ടില്ലേ? ഈ ഒരു ഇതിന് ശേഷമാണ് അവനിങ്ങനെ മെലിഞ്ഞത്. കഴിച്ചോ പിന്നെ കഴിച്ചു. ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. അവളൊന്നും ചെയ്യില്ല. അവന് ഫുഡ് കൊടുക്കുന്ന കണ്ട ഓട്ടിക്കും. അതാണ് മതിലിൻ്റെ മുകളിൽ വെള്ളവും ഫുഡും എല്ലാം മതിലിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. കുട്ടി വന്നാലും അതേമാതിരി തന്നെ അവനെ കഴിക്കാൻ വിടില്ല. പേടിച്ചാണ് കഴിക്കുന്നത്. വരുമ്പോഴേ നടക്കങ്ങനെ. വാടാ വാ ഓടി വാ. പിച്ച വെച്ച് ഓടൂ. കാലി നടക്കുന്നതിന് അങ്ങനെയല്ലേ പിച്ച വെച്ച് നടക്കുന്ന പ്രായം അല്ലേ? നടക്കാൻ തുടങ്ങി. അതാണ് ആടിയിട്ടാണ് നടക്കുന്നത്. അമ്മ കഴിക്കുന്നുണ്ടാവും നോക്കാം. ഇങ്ങോട്ട് വാടാ കുഞ്ഞുവണ്ടി വാടാ വാ. അപ്പുറത്ത് പാടും മറ്റേ പനകൾ ഇതൊക്കെ ഉള്ളതല്ലേ. കാറ്റത്ത് അവിടെ നിന്ന് എല്ലാ ഇലയും വേസ്റ്റ് എല്ലാം ഇങ്ങോട്ടും ഇങ്ങനെ വരും. കണ്ടോ? ഡെയിലി ഇങ്ങനെ അടിക്കണം. അടിച്ച് വൃത്തിയാക്കി ഇടണം. അതിൽ നിറയെ ചപ്പ് നിറയും. ഇത് സാധാ ചൂലുകൊണ്ട് അടിക്കാമല്ലോ. ഇപ്പോൾ ഇത് ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ. ഇത് ഇങ്ങനെ ഒരു ചൂല് വാങ്ങിച്ച് വെച്ചുകൊണ്ട് അങ്ങനെ ഒരു കുറച്ച് കഷ്ടപ്പാട് ഒഴിവുണ്ട്. അത് പറഞ്ഞാൽ കുഞ്ഞ് ഒരുപാട് നേരം അടിക്കാൻ നമുക്കുണ്ടാവില്ലല്ലോ. എടി അവൻ കഴിച്ചോട്ടെ പൊന്നെ. അവൻ കഴിച്ചോട്ടെ. നീ അത് കഴിച്ചു ഇല്ലല്ലോ കഴിച്ചോ. മണ്ട് കഴിച്ചു. ഞാൻ നിൽക്കാട്ടോടാ. പൊന്ന് കഴിച്ചോ. എനിക്ക് നോക്കി നടക്കാൻ നോക്കും. ഞാൻ പിടിച്ച് കുളിപ്പിക്കാൻ വിചാരിച്ചു. കുഞ്ഞു കുട്ടിയല്ല. പിന്നെ ഞാൻ കുളിപ്പിക്കുന്ന കാണുമ്പോൾ അത് കരയുമല്ലോ. ഇവള് ടെൻഷനാകണ്ട കേട്ടോ. ഇവള് കടിക്കൊന്നുമില്ല കേട്ടോ. അന്നേരം കുറേ നേരം ഞാൻ എടുത്ത് മടി വെച്ചു. മേത്തൊക്കെ കളിപ്പിച്ചു. പിന്നെ നിസ്കരിക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കുളിച്ചു. അവൻ്റെ മേലെ കുറേ ചെള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛേ ഇതാ ചെറുത് വന്നിട്ടുണ്ട്. ഇതാ വന്ന് നിൽക്കണോക്ക്. ഇന്നലെ പോയപ്പം സങ്കടമായി. രാത്രി എവിടെ പോയി നടന്നില്ലല്ലോ. കഴിച്ചു കഴിഞ്ഞാ? ശരി. ഇനിയിപ്പോൾ വീട്ടിന് മേലെ കയറി കിടന്ന് ഉറങ്ങിക്കാം. ഇപ്പോൾ ഉറങ്ങിക്കും മോനെ. മോനെ ഉറങ്ങിക്കും. മേലെ കയറി കിടന്നു. അവിടെ നല്ല തണുപ്പുണ്ട്. അപ്പുറത്ത് തെങ്ങ് ഇതൊക്കെ ആയതുകൊണ്ട് ആ സ്ലാബിൻ്റെ മുകളിൽ കിടന്ന് ഉറങ്ങുന്നത്. തണുപ്പുണ്ടല്ലോ. എന്തടാ എൻ്റെ പൊന്നെ. മൂപ്പർക്ക് കാർ ഇപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്നതുകൊണ്ട് സേഫാണ്. ഇപ്പോൾ ഇവരാരെങ്കിലും വരികയാണെങ്കിൽ കാറിൻ്റെ അടിയിൽ പോയി നിൽക്കും. ഇവർ കാറിൻ്റെ അടിയിൽ പോയിട്ടൊന്നും ചെയ്യില്ല. മറ്റേ കളിച്ചുകൊണ്ടേ നടക്കുക. വാടാ സുന്ദര. ആ 2 കുട്ടികൾ എന്താ കൊണ്ടുവരാത്ത? ഇവര് മാത്രം കൊണ്ടുവരുന്നു. കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയാവോ? ഇത് 4 ദിവസം മുന്നൊക്കെയുണ്ട് ഞാൻ അവിടെ ഇതിനടുത്ത് ആദ്യമായിട്ട് കുട്ടികളെയൊക്കെ കണ്ടത് കേട്ടോ. കിടക്കണക്ക് ചുണ്ടടാ കിടക്കടാ. ചുണ്ടിനും കിടക്കാണോ? പാലെടുത്തോണ്ട് വരാട്ടാ. പാല് കാച്ചി എടുത്തുകൊണ്ട് കൊടുത്താൽ ഇവളാ കുടിക്കുന്നത്. കുഞ്ഞിപ്പോൾ അമ്മൻ്റെ പാല് കുടിക്കുന്ന സമയമല്ലേ. ഇവൻ ഇവിടെ വന്നാൽ പിന്നെ നമ്മൾ ഇവനെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ കുട്ടി വന്നിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള പേടിയാണ്. കുഞ്ഞു കുട്ടിയല്ലേ. കുട്ടി അങ്ങനെ നമ്മളില്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കാണിക്കാൻ വേണ്ടി ഒറ്റയുള്ള കടിക്കുകയൊക്കെ ചെയ്യും. തൊടണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ഇന്നലെ അർഷാദ് ഉമ്മർന്ന് രാത്രി ഇവളെ കടിച്ച് ഓടിക്കുന്നത്. അപ്പോൾ അർഷാദ് അവനെ ചീത്ത പറയുന്നുണ്ടായിരുന്നു. അർഷാദിനെ പേടിയാണ്. ചെറുതായിട്ട് പേടിയുണ്ടെങ്കിൽ അർഷാദിനെ മാത്രം. ചുണ്ടിയുടെ ചെക്ക കഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഓറഞ്ചിന് കൊടുത്തതാണ്. ഇവൾക്ക് ക്യാറ്റ് ഫുഡ് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇടയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ട്. ഭക്ഷണമൊന്നും ആവാത്ത സമയത്ത്
അവൾ വിശന്ന് വരില്ലേ. പിന്നെ ബിസ്ക്കറ്റ് സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഇല്ല അവിടെ ഒരാൾ കിടക്കും. അടഞ്ചോ ഓ നമ്മുടെ പൊന്നെ കണ്ട. അവൾക്ക് ഓറഞ്ചിന് കൊടുത്ത ക്യാറ്റ് ഫുഡിൻ്റെ ബാക്കി കഴിക്കാൻ പറ്റും. ക്യാറ്റ് ഫുഡ് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അവൾ രാവിലെ വന്ന് ചോറ് കഴിച്ചിട്ട് പോയി. അമ്മൻ്റെ പിന്നാലെ വരുന്നുണ്ട്. എന്നാ പേടി വാർത്തേന്ന് പറഞ്ഞിട്ടാ. കുഞ്ഞിയേ വാടതേ അമ്മ അങ്ങോട്ട് പോയി പോന്നില്ല പിന്നല്ലേ. ഇതാ അമ്മ അവിടെ പൊയ്ക്ക. മണം പിടിച്ച് പോക്ക്. കരയുന്നേ എങ്ങനെ കരയുന്നേ ഇങ്ങനെ കരയുന്നേ. പിച്ചേച്ചി നടക്കണേ ഉള്ളൂ. എന്നാലും പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ഓട്ടോ. ദേ അമ്മ അവിടെ പോ. അമ്മൻ്റെ കൂടെ പോ. ദേ അമ്മ നിൽക്കുന്നു. മണം പിടിച്ച് പോകണ്ടേ. വാലയടില്ലേ കുഞ്ഞിങ്ങനെ. ഇതാണ് തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പയ്യോ. ഒജൂടോ നടക്കണ്ട. നല്ല രസം. ഓറഞ്ചിന് പരിചയപ്പെട്ടില്ലേ. ഓറഞ്ച് ഒന്നും ചെയ്യില്ല കേട്ടോ. ഇതേ പോകണം അമ്മൻ്റെ അടുത്തേക്ക്. ആ വെള്ളം കുടിച്ചോട്ടാ. പിന്നെ നിനക്കിപ്പോൾ എത്തുമോ അതിൽ വെള്ളം കുടിക്കാന്. അമ്മൻ്റെ പാല് കുടിച്ചോ. അമ്മ കുടിക്കും. ആഹാ അമ്പടാ ഞാൻ എത്തില്ല വിചാരിച്ചു. ബക്കറ്റ് കുറച്ച് ഹൈറ്റ് ഉള്ളല്ലേ. അച്ചോ അതൊക്കെ ഈ ബക്കറ്റിൽ വെള്ളം കുടിക്കാനായിട്ട് കിളികൾ, കാക്ക എല്ലാം വരും കേട്ടോ. കുഞ്ഞു കിളികളൊക്കെ ഇഷ്ടം പോലെ. ഇതൊക്കെ അവൻ്റെ കൂടെ കളിക്കുന്നു. പൊന്നെ കുട്ടിനെ കൊണ്ട് എവിടെയും പോവില്ല കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി കുഞ്ഞിനെ ഞാനിങ്ങനെ ഡോറൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് വെച്ച് ഇതിൻ്റെ ഉള്ളിൽ സേഫായിട്ട് വെച്ചതാണ്. പക്ഷെ അവൾ രാത്രിയായപ്പോൾ എടുത്തിട്ട് പോയി. അവൾക്കറിയാം മറ്റേ കുട്ടി വന്നു കഴിഞ്ഞിട്ടാണ് എന്നെ ചെയ്യുന്നത്. അയ്യോ ഇവിടെ വെയിൽ ഭയങ്കര കേട്ടോ. ചൂട് താങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര ചൂടാണ്. ഇത് പെണ്ണേ കുട്ടിനെ കൊണ്ട് ഇങ്ങനെ നടക്കില്ല. എൻ്റെ സ്വത്ത് കിടന്നു കേട്ടാ. ഈ ഭാഗത്ത് ഇവിടെ കളിച്ചോണ്ട് ഇങ്ങനെ ഇവിടെ വാ കുട്ടിനെ കൊണ്ട് ഇങ്ങോട്ട് വാ. പോവല്ലേ അങ്ങോട്ട് പോവില്ലേ. വാ അവിടെ പോയി കിടക്കാനാ. കേറട മേലെ. അത് പോണണ്ട. മേലെ കയറിപ്പോ അമ്മൻ്റെ കൂടെ പോ. കയറാൻ പറ്റുന്നില്ല. പോയിട്ട് കയറ്റി വിട്ടെ. കേറിക്കോ. ആ അങ്ങനെ തന്നെ കേറ്. ആ കേറ്. അവിടെ കിടന്നോട്ടെ മോളെ. കിടന്നോട്ടെ. കൊഞ്ഞ് കിടന്നോട്ടെ. ഇത് ഉപയോഗം ഇല്ലാണ്ട് കിടക്കുന്ന ഒരു പുതിയ ബാത്റൂം കേട്ടോ. അവിടെ കയറി. ഇവിടേക്ക് ഒന്ന് പ്രസവിച്ച് കിടന്നാണെങ്കിലോ എല്ലാ കുട്ടികളെയും ഞാൻ നോക്കിയില്ലേ. ചോടാ അവിടെ കിടന്നോട്ടാ. ഇവിടെ ഒന്ന് വൃത്തിയാക്കി ഇടണം കുഞ്ഞുമ്മ.